يقول الله سبحانه وتعالى يؤذيني ابن آدم يسب الدهر وأنا الدهر أقلب الليل والنهار. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഅ്ദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, മനുഷ്യന്മാരെന്നെ പ്രയാസപ്പെടുത്തുകയാണ്. യസുബ്ബു ദഹർ, അവൻ കാലത്തെ ചീത്ത വിളിക്കുകയാണ്, സമയം മോശമാണെന്ന് മനുഷ്യൻ പറയുകയാണ്. എന്നാൽ വനദഹർ, കാലമെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാറ, രാത്രിയും പകലും മാറ്റി മാറ്റി കൊണ്ടുവരുന്നത് ഞാനാണ്. സമയം മോശമാണ്, കാലം മോശമാണെന്ന് മനുഷ്യൻ പറയുമ്പോൾ അവൻ എന്നെയാണ് ചീത്ത വിളിക്കുന്നത്. കാരണം സൂര്യനെയും ചന്ദ്രനെയും ചലിപ്പിച്ചുകൊണ്ട് ഈ സമയങ്ങളെ കാലങ്ങളെ ഉണ്ടാക്കുന്നവൻ ഞാനാണ്, ദിവസങ്ങളെ മാറ്റിമറിക്കുന്നവൻ ഞാനാണ്. കാലം മോശമാണ്, സമയം മോശമാണെന്ന് പറയുന്ന മനുഷ്യൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചിലർക്കിടയിലുള്ള ചില വിശ്വാസമാണ്, തുടർച്ചയായി കച്ചവടത്തിൽ ലാഭം നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും സമയം മോശമാണ്, ഇപ്പൊ സമയം ശരിയല്ല എന്ന് പറയുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ലാഭങ്ങൾ ഉണ്ടാകുമ്പോൾ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുമ്പോൾ സമയം നല്ലതാണെന്ന് പറയുന്നു. അങ്ങനെ മോശമായ സമയങ്ങളില്ല. എല്ലാ സമയവും പടച്ചവൻ്റെതാണ്, എല്ലാ ദിവസവും അല്ലാഹുവിൻ്റെതാണ്. ദിവസങ്ങളിലൊന്നും നഹ്സല്ല, ഒന്നും മോശമല്ല. സത്യത്തിൽ മോശം നമ്മളാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു ഈരടിയുണ്ട്, നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബു സിവാന. നാം കാലത്തെ കുറ്റപ്പെടുത്തുന്നു, പക്ഷെ കാലത്തിനൊരു കുറ്റമില്ല. കാലം എന്നും ഒരുപോലെയാണ്, കുറ്റം നമുക്കാണ്, നമ്മളാണ് മോശക്കാരായത്. അതുകൊണ്ട് ഒന്നിനും കൊള്ളാത്തൊരു സമയം ഒരു ദിവസം അങ്ങനെയില്ല. എന്നാൽ ചില കാര്യങ്ങൾക്ക് കൂടുതൽ നല്ല സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബാറക്കല്ലാഹു ലി ഉമ്മത്തി ഫീ ബുക്കൂറത്തി യൗമിൽ ഇസ്നൈൻ, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തിങ്കളാഴ്ച പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്തിരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തിങ്കളാഴ്ച രാവിലെ ഒരു നല്ല സമയമാണ്, കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. വെള്ളിയാഴ്ച നിക്കാഹിന് പറ്റിയ ദിവസമാണ്, ശവ്വാൽ നിക്കാഹിന് പറ്റിയ മാസമാണ്. അങ്ങനെ ചില കാര്യങ്ങൾക്ക് കൂടുതൽ നല്ല സമയങ്ങൾ, ദിവസങ്ങൾ ഉണ്ടാകാമെന്നല്ലാതെ ഒന്നിനും കൊള്ളരുതാത്തൊരു ദിവസമോ ഒരു സമയമോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈമാനിനെ അപകടപ്പെടുത്തുന്ന ചില അന്ധവിശ്വാസങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ഇത്തരം വിശ്വാസങ്ങൾ ഒഴിവാക്കുക, യഥാർത്ഥ ഈമാനുമായി നമ്മൾ മുന്നേറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി.